ശ്രീ സതീഷ് വസന്ത്, എന്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ ഇങ്ങനെ ആവർത്തിക്കുന്നത്? നേരത്തെ ശ്രീ എം കെ ഹരിദാസ് സൂചിപ്പിച്ചതുപോലെ എന്ത് നടന്നാലും ഇവിടെ ഒരു ചുക്കും നടക്കുകയില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ടാകും എന്നുള്ള ആ മനോഭാവം കൊണ്ടാണോ? അത്തരത്തിൽ രാഷ്ട്രീയ പിന്തുണ പല കാര്യങ്ങളിലും ഉണ്ടാകുന്നത് കൊണ്ടാണോ? എന്തിന് ഈ ഒരു വിദ്യാർത്ഥി മരിച്ചു കഴിഞ്ഞ് 24 മണിക്കൂറിനകം അവൻ്റെ മരണകാരണം അന്വേഷിക്കുന്നതിന് പകരം, ആ കോളേജ് അധികൃതർക്ക് മേൽ നടപടിയെടുക്കുന്നതിന് പകരം, കൃത്യമായി അവരെ പിടികൂടുന്നതിന് പകരം അവർ ഒളിവിൽ പോകാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ഒരു ലോൺ ആപ്പിൻ്റെ പേരും പറഞ്ഞ് വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം കൂടി ഉണ്ടായി. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയല്ലേ മറ്റ് സ്വകാര്യ കോളേജ് അധികൃതരുമൊക്കെ നിൽക്കുന്നത്? അപ്പോൾ നാളെ തങ്ങൾക്കും വന്നാലും ഇതൊക്കെ തന്നെ ഇവിടെ നടക്കും എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളം കൊണ്ടുചെന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഒരു ദുരനുഭവം ഈ കേസിലുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കേസ് അന്വേഷിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വിവിധ ഭാഗങ്ങൾ അന്വേഷിക്കേണ്ടി വരും. അത് പോലീസിൻ്റെ നയമാണ്. അത് ഏത് ഭരണകൂടം ഇരുന്നാലും അങ്ങനെ തന്നെ. ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. ആ ഇൻസിഡൻറ്റിൽ കുട്ടിയെ മാനസികമായി പ്രയാസപ്പെടുത്തി. അത് കഴിഞ്ഞിട്ടല്ലേ വിദ്യാർത്ഥികളെല്ലാം വന്ന് പറയുന്നത്. അതിനു മുമ്പേ ഒന്നും വന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഈ ലോൺ ആപ്പിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ലോൺ ആപ്പ് മോശമൊന്നുമല്ല. ഞാൻ അത് രണ്ടാമത്തെ കാര്യത്തിലേ ഇരിക്കുന്നു. ഒരു കാരണവശാലും ഭരണകൂടങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ LDF ഭരണകൂടം ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഒരു കോളേജിൽ ഇത്രയും 10 വർഷം കൊണ്ട് എത്ര കോളേജിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ സ്വകാര്യ കോളേജുകളൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് രോഹിണി എത്ര കോളേജിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പറയൂ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ലല്ലോ. അപ്പം അതിനെ നിലയ്ക്ക് നിർത്താനുള്ള കഴിവ് LDF ഗവൺമെൻറ് ഉണ്ടായിരുന്നു, ഇല്ലാന്നില്ല. പിന്നെ നിങ്ങൾ ഞാൻ പറയുമ്പോഴത്തേക്ക് ഒറ്റപ്പെട്ട ഈ ചില സംഭവങ്ങൾ ഉണ്ടായിട്ട് അത് നമ്മളറിയാണെങ്കിൽ അത് തടഞ്ഞു നിർത്താനുള്ള കഴിവും ഈ സർക്കാരിനുണ്ടായിരുന്നു. നോക്കൂ, ഇതെന്ന് പറയുന്നത് ഒരു സ്വകാര്യ മേഖലയിൽ ഈ റാം എന്നുള്ള അധ്യാപകൻ, അദ്ദേഹത്തിനെതിരായിട്ട് ഈ കുട്ടി നേരത്തെ പരാതി കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മാറ്റി നിർത്തിയിരുന്നു. വീണ്ടും വന്നിട്ടാണ് ഈ സ്വഭാവം. നോക്ക്, നമ്മൾ ആരെങ്കിലും അറിയുന്നതാണോ? ഈ അധ്യാപനെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായല്ലോ. അദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ട് രോഹിണി. അതൊരു അധ്യാപകൻ്റെ ഇതല്ല. അപ്പം നേരെ രോഹിണി പറഞ്ഞ പോലെ ഈ കോളേജ് നേരത്തെ മെഡിക്കൽ അഫിലിയേഷൻ ഉണ്ടായിരുന്നു. അത് അഫിലിയേഷൻ ഇല്ലാതെ പിന്നെ കോളേജ് നടത്തിക്കൊണ്ടുപോയെന്നും അത് തിരിച്ച് ഡെൻ്റലായിട്ട് വന്നത് ഈ റാമിൻ്റെ ഒരു ഇടപെടൽ കൂടെ ആണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇത്ര സൂപ്പർ പവറായിട്ട് HOD ആയിട്ട് അവിടെ ഇരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് എഴുതിയതപ്പം വിദ്യാർത്ഥികൾ തന്നെ ഒന്ന് പറയുന്നുണ്ടല്ലേ. അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞു. കാര്യം ഇൻറ്റേർണൽ മാർക്ക്, അതിൻ്റെ അറ്റൻഡൻസ്, ഇതൊക്കെ എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സാണ്. ഈ പ്രൊഫഷണൽ കോഴ്സിനാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ സാധാ കോളേജൊന്നുമല്ല, കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നതല്ല. നോക്ക്, കേരളത്തിൽ എത്ര കോളേജിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് രോഗിനെ പരിശോധിക്കൂ. ഇപ്പം ബഹുമാനപ്പെട്ട ഹരിദാസ് പറഞ്ഞു, ഈ 10 വർഷത്തിനിടയിലാണ്. ഈ 10 വർഷത്തിനിടയിൽ എത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്? ആ നടന്നിട്ടുള്ള സംഭവങ്ങളിലെല്ലാം ഗവൺമെൻറ് കാര്യമായി ഇടപെട്ടിട്ടില്ലേ? എവിടെയാണ് കാര്യമായിട്ട് ഇടപെടാതെ പോയിട്ടുള്ളത്? അപ്പം സർക്കാരിനെതിരായിട്ടല്ല, നമ്മളെല്ലാം കൂടി, അത് ജനങ്ങളും മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും എല്ലാവരും ചേർന്ന് ഇങ്ങനെയുള്ള കോളേജുകളിൽ ഒരു കാരണവശാലും അത് നടത്തിക്കൊണ്ടുപോകാൻ സമ്മതിക്കല്ലേ. അത് 100% കറക്റ്റാണ്. അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ മാനസികമായി പീഡിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. അതിന് ഒരു കാരണവശാലും LDFോ CPM അങ്ങനെ അതിന് സപ്പോർട്ട് ചെയ്യൂല. ബഹുമാനപ്പെട്ട നേരത്തെ തന്നെ ശിവൻകുട്ടിയായിരുന്നാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നാലും ശരി തന്നെ എവിടെയെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ, വിദ്യാർത്ഥികളുടെ സംഘടനയിലെ SFI ആയിരുന്നാലും ASF ആയിരുന്നാലും എല്ലാം തന്നെ ഇതിനെതിരായിട്ട് വൻ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങളത് പറഞ്ഞല്ലോ, ഈ റാമിനെ ഒളിവിൽ പോകാൻ വേണ്ടി സഹായിച്ചു. എന്തിനാ അദ്ദേഹത്തിന് ഒളിവിൽ പോകുന്നത്? നോക്കൂ, ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി, അത് അന്വേഷണത്തിലാണ്. ആ അന്വേഷണത്തിപ്പോൾ അദ്ദേഹം അപ്രത്യക്ഷനായെങ്കിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള കഴിവും അദ്ദേഹത്തിൻ്റെ നിയമത്തിന് മുമ്പേ കൊണ്ടുവരാനുള്ള എല്ലാ ആർജവും ഈ സർക്കാരിനുണ്ടെന്നേ. ഇത് നമ്മളിപ്പോൾ കേട്ടൊക്കെ ഗവൺമെൻറ്റാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ്റെ ഇതിൽ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ കേട്ടൊക്കെ ഗവൺമെൻറ് എന്നാൽ പോലും എല്ലാ നടപടികളും സ്വീകരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിൽ അങ്ങനെ തന്നെ പോകും രോഹിണി. ഒരു കാരണവശാലും അങ്ങനെ ഒരു അധ്യാപകനെ വെച്ചോണ്ട് ഈ കോളേജിൽ പോവില്ല. ഈ കോളേജല്ല, ഒരു കോളേജിലും പോകാൻ പാടില്ല.
ശരി, അങ്ങനെയാണ് തീരുമാനമെങ്കിൽ അത് നല്ലത്. പക്ഷേ അപ്പോഴാണ് ഈ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് പ്രവർത്തിച്ചത് അനധികൃതമായിട്ടാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് ചോദിക്കുമ്പോൾ ഈ മരണം വരെ കൊണ്ടുചെന്നെത്തിച്ചു എന്നുള്ളത് മാത്രമാണ്. അതായത് ഇത് ഈ അനധികൃതമായി മിച്ച ഭൂമി കൈവശപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ഈ കെട്ടിടം നിർമ്മിച്ചത് എന്നുള്ളതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും മാധ്യമപ്രവർത്തകരുടെ മുൻപാകെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ കൃത്യമായി തന്നെ ഇതിൻ്റെ പകർപ്പുകളൊക്കെ അതത് വകുപ്പുകൾക്കും അറിയാമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.